ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും ചീസൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറവാണെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് മൈദപ്പൊടിയും 3/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കൂലേ, ആ പച്ചരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം. പൊടികൾ ചേർത്തെടുത്തതിന് ശേഷം കൈവച്ചിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉരുളക്കിഴങ്ങിലും ഉള്ളിയിലൊക്കെ വെള്ളം തന്നെ ഉണ്ടാവും പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാൻ. ഇനി മാവ് അധികം ലൂസാണെങ്കിൽ കുറച്ചും കൂടെ പൊടിയിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈവെള്ളയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറേശ്ശെ മാവെടുത്ത് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കുറച്ച് ചിക്കനാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് മഞ്ഞപ്പൊടിയും ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഫില്ലിങ്ങിനായിട്ട് ഇത്ര ചിക്കനാണ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. അത് കൈവച്ചിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ചിക്കൻ വെച്ചെടുത്തതിൻ്റെ മുകളിൽ ഞാൻ ചീസാണ് വെച്ചെടുത്തിട്ടുള്ളത്. മിൽമയുടെ സ്ലൈസ് ചീസിൽ ഒരു കഷ്ണമാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് മൊസറല്ല ചീസ് വേണമെങ്കിൽ എടുക്കാം. ഈ മാവ് വെച്ചിട്ട് ചിക്കനും ചീസൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക. മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. ഇത് ഓരോന്നായി ചൂടായ എണ്ണയിലേക്കിട്ട് തിരിച്ചു മറിച്ചിട്ട് ബ്രൗൺ നിറാവണേരും ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചധികം സമയം എടുക്കും ഇത് വെന്ത് കിട്ടാൻ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ ഉൾവശം ശരിക്കും വെന്ത് കിട്ടൂല. സ്നാക്സ് ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.